അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മേഘ പുള്ളിക്കാരി ഒരു സാധനം എടുത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛന്റെ വീട്ടിലോട്ട് തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നു. അത് പിന്നെ വലിയ രീതിയിൽ പാനിന്റെ ലെവലിലോട്ട് ആ സംഭവം റീച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് വന്നത്. ഞാൻ ആ പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, അത് സമ്മതിച്ചല്ലോ. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. അതിനൊന്നും ഇല്ലേ? ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. എന്താ ചിരിക്കുന്ന? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. ഈ വരികൾ എന്നെ കടാതെ ആകർഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കടാതെ ആകർഷിച്ചിരിക്കുകയാണ്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് തിരികെ പോകാനല്ല. അതാണ് ടുറുല്യം. അടിപൊളി. ഇപ്പൊ ക്ലിയർ ആയി. അല്ല, ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അത് എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യമില്ല. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും ഷാജേട്ടാ? ഇനി എന്നാ ചെയ്യാൻ? കർത്താവ് അവർക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അതാരും വിശ്വസിക്കണ്ട. ലേ സീക്രട്ട് ഏജന്റ്, അത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്താണെങ്കിലും മേഘ ടുറുലഭാണ്. എന്നാണെങ്കിലും അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു ആത്മാർത്ഥ പ്രണയം തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈശ്വര, നിനക്ക് ഈ ന്യൂ ജനറേഷനെക്കൊണ്ട് ഒന്നുകൂടെ. മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ. ടേട്ടയുടെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണെന്നോ? നോ മേഘ, ഡോണ്ട് സേ ദാറ്റ്. പ്ലീസ് ഡോണ്ട് സേ. നമ്മുടെ അനൂപ് ടേട്ടായിനെ നിങ്ങൾ അങ്ങനെ പറയരുത്. അവിടെ സൗകര്യങ്ങൾ കുറവാണോ? ഇപ്പുറത്ത് ജീവിച്ചിട്ട് അവിടെ ഒക്കെ ഇങ്ങനെ അച്ഛൻ മോനാണ് സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് മാറിപ്പോയി. അവിടെ സൗകര്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞോണ്ട് പോയി. ശുഭാപ്തി വിശ്വാസം കൈവിടുള്ള കുഞ്ഞിനാമ. ഒന്നിപ്പഴിച്ച 3 പ്രമാണം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ടുറുലബ്. എന്നാണെങ്കിലും ആ വാക്കുകൾ നിങ്ങൾ വിട്ടുപോകരുത്. ഇറങ്ങി വന്നത് അങ്ങനെ തിരിച്ചു പോകാനല്ലടാ. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഇത് സംബന്ധിച്ച് മേഘ ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് മേഘയ്ക്ക് ഇപ്പൊ ഈ ബസ് ഡ്രൈവറിനോട് താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്, അവന്റെ കൂടെ തന്നെയാ. അതങ്ങനല്ലേ വരൂ ടുറുലബാണ്. ഞാൻ അങ്ങനെ ഇറങ്ങി വന്നത് തിരികെ പോകാനല്ല. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഭർത്താവ് ഉണ്ടെങ്കിലും അങ്ങനെ ഒളിച്ചോടി ഇറങ്ങി വന്നിട്ട് പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? ഞാൻ അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാനല്ല. അല്ല, അപ്പൊ മേഘയുടെ അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു? ഞാനുമായിട്ട് ഈ അച്ഛനും പിണങ്ങി മോളും പിണങ്ങി. പുള്ളി പറയുന്നത് ഇപ്പം മൊത്തം ജനസംസാരം എന്ന് പറഞ്ഞാൽ മോള് ഒളിച്ചു പോയിട്ടില്ല, എനിക്ക് മോളുടെ ഭാവി ജീവൻ തകർത്തുന്നത്. ഇത് ഞാൻ പറയാം. അത് ശരിയാണ്. ജീവൻ പുള്ളിയാണല്ലോ അവരുടെ ജീവിതം തകർത്തത്. പാരമ്പര്യമായിട്ട് ഫ്രോഡ് കൂടി ഒപ്പിക്കുന്ന നിങ്ങൾ നല്ല ഉണ്ണിയാണ്. അതിലെന്തേലും സംശയം തോന്നി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഞാൻ തൊഴുത്തു കുത്തിയല്ലേ. ഇതാണ് ഗൈസ്. അതായത് വെടിമരുന്ന് നിറച്ചവനും പൊട്ടിച്ചവനും കുഴപ്പമില്ല. ഇത് കേട്ടോണ്ട് നിൽക്കുന്നവന്മാർക്കാണ് കുഴപ്പം. അല്ലെങ്കിൽ കേട്ടിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞവന്മാർക്കാണ് കുഴപ്പം. എനിക്ക് ഈ കഥ കേട്ടിട്ട് തോന്നണതേ ഇതൊരു കുണ്ടാവണ്ടി ഫാമിലിയാണ്. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. സോറി സർ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.